ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്നാസ് രുചിക്കോട്ട്. ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. കുറച്ച് നാളായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണം സെലിബ്രേഷനാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ. സാധാരണ ഞങ്ങൾ ഓഫീസിൽ തന്നെയാണ് ഓണം സെലിബ്രേഷൻ നടത്തുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഒരു ചേഞ്ചിനായിട്ട് അവർ ചെയ്യുന്നത് ഒരു ഔട്ട്ഡോറാണ്. ഔട്ട്ഡോർ ഒരു ഹോം സ്റ്റേ, ഒരു റിസോർട്ട് പോലത്തെ ഒരു സ്പേസ് നമ്മളെടുത്ത് ഇത് വല്ലാർപാടുണ്ട്. കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി ഒരു സ്പോട്ടായിരുന്നു. ഒറ്റൊരു വീട് നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. നമുക്ക് എന്താ പറയുക, ഫുൾ ഫ്രീഡം ഉണ്ട്. ഇതൊരു ഹോളാണ് കേട്ടോ, ഒരു ഓപ്പൺ ഹോളാണ് ഫുള്ളായിട്ടുള്ള. അതിൻ്റെ ഒരു 4 സൈഡും ഇതുപോലെ വരാന്തയാണ് കേട്ടോ. നല്ല പഴയൊരു തറവാടൊക്കെ ഇല്ലേ, ആ ഒരു രീതിയിൽ. ബാക്ക് സൈഡിൽ ഇതേ കണ്ടോ വലിയൊരു പുഴയാണ്. പുഴയുടെ ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ഗ്ലാസ് ഓപ്പൺ, നമുക്ക് ഇവിടെ നിന്ന് അകത്തുനിന്ന് പുറത്തോട്ടുള്ള കാഴ്ച കാണുന്ന രീതിയിൽ ഒരു 4 സ്റ്റൈലിലൊക്കെ ആയിട്ടുള്ള ഒരു വീട്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്, നമുക്കതിങ്ങനെ കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ്. പിന്നെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂം ഞാൻ കാണിച്ചത് ഈ ഹാളിൻ്റെ ഒരു സൈഡിൽ ബെഡ്റൂമായിട്ടാണ് വരുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ബാക്ക് സൈഡിലാണ് ഈ പറഞ്ഞ പുഴ ഭാഗം വരുന്നത്. വെള്ളമൊക്കെയുള്ള ഇവിടെ ഒരു പുറത്തൊരു കോമൺ ബാത്റൂമുണ്ട്, സ്പേസ്. ഇനി നമുക്ക് ബെഡ്റൂം കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇതാണ് ഒരു ബെഡ്റൂം, ഒരു AC ബെഡ്റൂമാണ്, വിത്ത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു 15, 20, 30 പേർക്കൊക്കെ നമുക്ക് അവിടെ സെലിബ്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഓണ സെലിബ്രേഷനും എല്ലാം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുക. വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് എല്ലാവരും ചേഞ്ച് ചെയ്യാനുള്ളവരൊക്കെ, ആമ്പിള്ളേരൊക്കെ ഇവിടെ വന്ന കുറേ പേരൊക്കെ ഡ്രസ്സൊക്കെ മുണ്ടൊക്കെ കൊടുത്ത്, കാരണം മിക്കവർക്കും മുണ്ടൊന്നും എടുക്കാൻ അറിയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് എല്ലാവരും പരസ്പരം മുണ്ടൊക്കെ കൊടുത്തത് പിള്ളേർ. അതായത് ഇതാണ്ട് നമ്മുടെ സ്ഥലം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ തോരണം പോലെയൊക്കെ കെട്ടലും. ഇപ്പോൾ കുറച്ച് പേര് ഇങ്ങനെയുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് പേര് പൂക്കളിടാൻ വേണ്ടിയുള്ള പൂക്കളെല്ലാം കിള്ളി തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആഘോഷങ്ങൾ. പിന്നെ നമ്മളൊരു ബാനറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാനർ ആദ്യം നമ്മൾ ഫ്രണ്ടിലാണ് വെച്ചത്, പിന്നെ അത് നമ്മൾ അഴിച്ചു മാറ്റി ബാക്ക് സൈഡിലാക്കി. അപ്പോൾ ബാക്കിൽ വേറൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വാട്ടർ ഫ്രണ്ടേജ് ആ ഒരു ഒന്നും കൂടി പോകാനുള്ള പോലെ വഴിയുണ്ടോ? കട്ടൻ ചായയാണ് ആരും തെറ്റിരിക്കുന്നത്. കട്ടൻ ചായ പച്ചക്കറി അറിയുന്ന പോലെ ഉണ്ട്. അവ സവാള അരിയാണ്. And then after this again ഒരു പ്രാവശ്യം കൂടി സ്ട്രൈറ്റ് ആയിട്ടില്ല
അവളെ ഏതൊക്കെയോ ഭാഷ പറഞ്ഞില്ലടാ, എനിക്കറിയത്തില്ല. ചിലതൊക്കെ ഓടിയിടും. വോയിസ് ഓവർ എനിക്ക് എല്ലാം കൊടുക്കാൻ പറ്റില്ലല്ലോ. എമിന മുഖം ഒന്ന് കാണിച്ചേ, തട്ടം കൊണ്ട് മുഖം കാണുന്നില്ല. എവിടെ പണിയെടുക്കുന്ന തിരുമുഖം കണ്ട് എവിടെയാ നീ പണിയെടുക്ക നോക്കണേ. കുറച്ചും കൂടെ ഉണ്ട്, ചെയ്യുന്നുണ്ട്, അവിടെ അരിയുന്നുണ്ട്. ഗൈസ് അങ്ങനെ ദേ നമ്മളുടെ പൂക്കളൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ട്. അപ്പോൾ ലാസ്റ്റ് ടൈം ആയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് മിനുക്ക് പണികൾ മാത്രം കേട്ടോ. പൂക്കളിട്ടത് അവർ തന്നെയാണ്. ദേ നമ്മുടെ പൂക്കളിതാണ്, ചെറിയൊരു പൂക്കളാണ്. പൂക്കൾ പക്ഷേ സത്യത്തിൽ കൂടുതലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്പേസ് കുറവായതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു പൂക്കൾ ഇട്ടത്. ഓൾറെഡി ഞങ്ങൾ ഇത്തിരി ഡിലേ ആയി. പരിപാടിയൊക്കെ തുടങ്ങിയപ്പോഴത്തെ ഏകദേശം ഉച്ചയാവരെ കുറച്ച് പേര് എത്തിയപ്പോൾ ലേറ്റായി, ഞങ്ങളുടെ ഒരു സോറൊക്കെ എത്തിയാൽ. അപ്പോൾ അങ്ങനെ അതേ ഇപ്പോൾ എല്ലാവരും റെഡിയായി. ഇനി കുറച്ച് നേരത്തിനുള്ള അധികം താമസിയാതെ എല്ലാവരും ഫുഡ് കഴിക്കും. പിന്നെ നമ്മുടെ കുറച്ച് റീൽസ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത പരിപാടി. ഫോട്ടോച്ചിക്കാരാ ഗുജറാത്തിക്കാര് ഹായ്, എന്തെങ്കിലും ഡയലോഗ് അടിക്ക്. ഗുജറാത്തി ഈ അന്യഭാഷ. അതെ, നല്ല പോസാലോ, ഭയങ്കര പോസിലല്ലോ ഇരുന്ന്. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ നോയൽ. റുക്സാന ഈ പ്രാവശ്യം ചുരിദാറിൽ വെറൈറ്റി ആക്കി. ജോഷ്മ കാണിച്ച ലുക്കാണെങ്കിൽ അത് ജയലക്ഷ്മി. തങ്കോടെ തങ്കോടെ തങ്കു ഹായ് പറയോ തങ്കു. ഓ അവള് പോസ് തുടങ്ങി. വരുന്നുണ്ടാ കണ്ണോണ്ട് എക്സ്പ്രഷൻ ക്യൂട്ട്. വരുന്നുണ്ടാ തങ്കുവിന്റെ അമ്മ ശ്രുതി. ഗൈസ് അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. ദേ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കലാണ് കേട്ടോ. ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടക്കാണ് ദേ നമുക്കിവിടെ ഒരു തോണിയുണ്ട് കേട്ടോ, ചെറിയൊരു വഞ്ചി. അപ്പോൾ ആ വഞ്ചിയിൽ കയറി വേണമെങ്കിൽ നമുക്ക് തുഴയാൻ അറിയുമെങ്കിൽ തുഴഞ്ഞൊക്കെ പോകാം. പിന്നെ അവിടെ ഒരു ചേട്ടനുണ്ട്, വേണമെങ്കിൽ ആ ചേട്ടൻ വന്ന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകും. അപ്പോൾ ദേ അജ്മൽ കയറി, അവന് നീന്താനൊക്കെ അറിയാം, അതിൻ്റെ ഒരു ധൈര്യത്തിൽ അവൻ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പോയി നോക്കാം. സൈഡിലൊക്കെ ചുറ്റും കണ്ടൽക്കാടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയ അടിപൊളി സീനറിയാണ്. നീന്താൻ അറിയുന്നവരും ഒക്കെയാണ്. പിന്നെ അടുക്കിടക്ക് മഴ വന്ന് പോകുന്നുണ്ട്. എനിക്കൊക്കെ പേടി, പ്രത്യേകിച്ച് സാരി കൊടുത്ത് കയറുന്ന റിസ്ക്. എൻ്റെ പേര് പറ. വിഹാൻ. വിഹാൻ ഏത് ക്ലാസ്സിലാ? 6. ഓക്കെ. വിഹാന് നീന്താൻ അറിയോ? ഇല്ല, അറിയില്ല. ഇത് ശ്രുതിയുടെ മൂത്ത മോനാണ് അല്ലേടാ? ആഹാ കറക്റ്റ്. ഈ എക്സ്പീരിയൻസ് മിസ് ചെയ്തമാര് മിസ് ചെയ്തിട്ടോ. അത് ഉള്ളിൽ പോയി ആരൊക്കെയോ വിളിക്കണ്ടായിരുന്നു. ഗൈസ് അപ്പോൾ അടുത്ത നമ്മുടെ ഓണത്തിൻ്റെ മെയിൻ ഐറ്റം നമ്മുടെ സദ്യ. അതിനുള്ള ഐറ്റംസ് എല്ലാം എത്തിയിരിക്കണം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തു. റോസ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ക്ലൈൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡെല്ലാം അവർ നമ്മൾക്ക് ഇവിടെ എത്തിച്ചു തന്നു. അപ്പോൾ ഇതേ എല്ലാവരും ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്, നമ്മുടെ ഓണസദ്യ കഴിക്കാൻ പോവാണ്. നമ്മുടെ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ഓണമാണ് ഞങ്ങളുടെ ഓഫീസിൽ തന്നെ. അപ്പോൾ ഇനിയെല്ലാം നമുക്ക് സദ്യ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. തങ്ങോ
ഒരാള് പടിയായി കൂളിംഗ് ഗ്ലാസ് ഇട്ട് ചൂടെടുത്തിട്ട് എല്ലാരും എ സിയുടെ ഉണ്ടല്ലോ ഫെമിന എ സിയുടെ അകത്തോട്ട് കയറി പോവോ ഭയങ്കര ചൂടുണ്ട് നല്ല ചൂടുണ്ട് ാണ് അടുത്തത് അങ്ങനെ കുറച്ച് റീൽസും തിരുവാതിരയൊക്കെ ഞങ്ങളുടെ മിക്സഡ് തിരുവാതിരയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അപ്പോഴത്തേക്കും ദേ അടുത്ത മഴ തുടങ്ങി പിന്നെ കയറി മഴ ഒന്ന് ചാർന്നപ്പോൾ ദേ അടുത്ത് നമ്മൾ കുറച്ച് ഗെയിംസും കാര്യങ്ങളും അപ്പോൾ കുറച്ച് ഷൂട്ട് ചെയ്ത സംഭവം മാത്രം കാണിച്ചു തരാം. 2010 മുന്നേ ഫസ്റ്റ് അക്ഷരം രണ്ടാൾക്കാരുണ്ട് രണ്ടുപേരും അത് മമ്മൂട്ടി മോഹൻലാലുള്ള ആൾക്കാരാണോ പഴയ ആൾക്കാര് ഈ മുകേഷ് ഒരാള് സിനിമ സെയിം റോൾ അക്ഷരം പറ ഫസ്റ്റ് അക്ഷരം പറ ഓ സുന്ദരൻ സുന്ദരൻ ചേച്ചി ഡാർവിന്റെ ഗൈസ് അങ്ങനെ ഓണാഘോഷമുണ്ട് ഗെയിം സെക്ഷനും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു എന്താ പറയുക എല്ലാവരും കൂടെ ഒരു മിച്ചിട്ടുള്ളൊരു ഡാൻസും അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതേ കുറച്ച് പേര് ഒരു 3-4 പേര് നമ്മുടെ വഞ്ചിയിൽ കയറിയിട്ട് ആ ഏരിയയൊക്കെ ഒന്ന് കവർ ചെയ്ത് കാഴ്ചയൊക്കെ കണ്ടിട്ടൊക്കെ വന്നു. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണാഘോഷ പരിപാടി. അപ്പോൾ ഈ പ്രാവശ്യം 2025 ഞങ്ങളുടെ ടാപ്പ് ക്ലോണിൻ്റെ ഓണാഘോഷ പരിപാടികളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് എപ്പോഴും നമുക്ക് നല്ല ഓർമ്മകളായിരിക്കും ഈ വീഡിയോസ്.